വിശ്വാസത്തിന്റെ തളർമരത്തിൽ അവൾ നട്ടത് പ്രണയത്തിന്റെ സുഗന്ധമുള്ള പൂക്കളായിരുന്നു. പക്ഷേ വേരുകളിൽ പടർന്നത് ചതിയുടെ കയ്പുനീരാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവൾ കരഞ്ഞില്ല. കണ്ണീരുണങ്ങിയ ആ കണ്ണുകളിൽ ഇപ്പോൾ പ്രണയത്തിന്റെ ആർദ്രതയില്ല, പകരം കനലായി എരിയുന്ന പ്രതികാരത്തിന്റെ ആഴമുണ്ട്. വെൽക്കം ടു അവർ സ്റ്റോറി രഹസ്യബന്ധം എപ്പിസോഡ് 3. മീര ആവശ്യപ്പെട്ടതനുസരിച്ച് ദേവൻ അവളെ കാണാനായി ആ പഴയ കഫേയിൽ എത്തിച്ചേർന്നു. ആ കഫേയുടെ കോർണർ ടേബിളിൽ അവർ രണ്ടുപേരും മുഖാമുഖം ഇരുന്നു. പുറത്ത് പെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാർമേഘങ്ങൾ പോലെ മീരയുടെ മനസ്സും കലുഷിതമായിരുന്നു. പക്ഷേ അവിടെ എത്തിയ ദേവന്റെ മുന്നിലിരിക്കുമ്പോഴാണ് അവൾക്ക് തൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായത്. കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവൾക്ക് യാതൊരു ഐഡിയയില്ലായിരുന്നു. എൻ്റെ ഭർത്താവും സ്വന്തം അനിയത്തിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് മറ്റൊരു പുരുഷനോട്, അതും ആ അനിയത്തിയുടെ പ്രതിശ്രുതവരനോട് എങ്ങനെ തുറന്നു പറയും? നാണക്കേടും കടുത്ത സങ്കടവും കൊണ്ട് മീര നിശബ്ദയായി താഴേക്ക് നോക്കിയിരുന്നു. അവളുടെ വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു. അവരുടെ ഇടയിലെ ആ നീണ്ട നിശബ്ദത ഭേദിച്ചുകൊണ്ട് ദേവൻ പതുക്കെ ചോദിച്ചു, ചേച്ചി, എന്താണ് കാര്യം? ഫോണിൽ സംസാരിച്ചപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്തോ വലിയൊരു ബുദ്ധിമുട്ട് ചേച്ചി അലട്ടുന്നുണ്ട്. എന്താണെങ്കിലും തുറന്നു പറയൂ, എന്നെ വിശ്വസിക്കാം. കൈകൾ കൂട്ടിച്ചേർത്ത് തിരുമ്മി. അവളുടെ തൊണ്ട വരണ്ടുണങ്ങിയിരുന്നു. ഒടുവിൽ കണ്ണുകൾ കൂട്ടിയടച്ച് ഒരൊറ്റ ശ്വാസത്തിൽ ഉള്ളിൽ നീറപ്പുകഞ്ഞ ആ സത്യം അവൾ പുറത്തുവിട്ടു. ഹരിയേട്ടനും കാവ്യയും അവർ തമ്മിൽ നാളുകളായി ഒരു അഫയർ ഉണ്ട് ദേവൻ. അവർ നിങ്ങളെയും എന്നെയും ഒരുപോലെ ചതിക്കുകയാണ്. പറഞ്ഞു തീർന്നപ്പോഴേക്കും മീരയുടെ നെഞ്ച് അതിവേഗം ഇടിക്കാൻ തുടങ്ങി. തലയിലേക്ക് ചോര ഇരച്ചു കയറുന്നത് പോലെ അവൾക്ക് തോന്നി. ദേവൻ ഇത് കേട്ട് ഞെട്ടിത്തരിക്കുമെന്നോ കഫേയിൽ വലിയ ബഹളമുണ്ടാക്കുമെന്നോ ആണ് അവൾ കരുതിയത്. എന്നാൽ മീരയെ അമ്പരിപ്പിച്ചുകൊണ്ട് ദേവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവൻ തികച്ചും ശാന്തനായി തൻ്റെ മുന്നിലിരുന്ന കോഫി കപ്പിൽ നിന്നും ഒരു സിപ്പ് എടുത്തു. അവൻ്റെ കണ്ണുകളിൽ അത്ഭുതത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല. ദേവന്റെ ആ പ്രതികരണമില്ലായ്മ കണ്ടപ്പോൾ മീരയ്ക്ക് കടുത്ത ദേഷ്യമാണ് വന്നത്. താൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞിട്ടും ഇയാൾക്കൊരു കുലുക്കവുമില്ലേ? അത്രയ്ക്ക് തൻ്റെ ഇടമില്ലാത്തവനാണ് ഇയാൾ. നിങ്ങൾക്കിതിലൊന്നും തോന്നുന്നില്ലേ ദേവൻ? ഞാനിവിടെ തമാശ പറയുകയല്ല. മീര ദേഷ്യത്തോടെയും നിരാശയോടെയും സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എനിക്ക് തെറ്റുപറ്റി. നിങ്ങളോട് ഇത് പറയേണ്ടിയിരുന്നില്ല. ഞാൻ പോകുന്നു. അവൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദേവൻ ശാന്തനായി പറഞ്ഞു, ചേച്ചി, ദയവായി ഒന്നിരിക്കൂ. ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നത് മുഴുവനായി കേൾക്കൂ. മീര സംശയത്തോടെ അവനെ നോക്കി. വീണ്ടും കസേരയിലേക്ക് തന്നെ ഇരുന്നു. ദേവൻ കോഫി കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് മീരയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ചേച്ചി പറഞ്ഞ കാര്യം, അത് എനിക്ക് നേരത്തെ തന്നെ അറിയാം. ഞാനത് മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായി. മീര ഞെട്ടിത്തരിച്ചുപോയി. ദേവനിതറിയാമെന്നോ? എന്നിട്ടാണോ ഒന്നും അറിയാത്തതുപോലെ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? അല്ല ചേച്ചി. ദേവൻ തൻ്റെ ഫോൺ എടുത്ത് ടേബിളിൽ വെച്ചു. കാവ്യയുടെ ചില പെരുമാറ്റങ്ങളിൽ സംശയം തോന്നി. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വെച്ച് രഹസ്യമായി അന്വേഷിച്ചിരുന്നു. ഹരിയുമായി അവൾക്കുള്ള ബന്ധത്തിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് ഞാൻ ബിസിനസ് മീറ്റിംഗ് എന്ന് കള്ളം പറഞ്ഞ് കല്യാണ ഷോപ്പിങ്ങിൽ നിന്ന് മാറിയതുപോലും അവരെ എനിക്ക് ലൈവായി ട്രാക്ക് ചെയ്യണമായിരുന്നു. അവരെ ലോകത്തിന് മുന്നിൽ കൃത്യമായി എക്സ്പോസ് ചെയ്യാനുള്ള വഴികൾ നോക്കുകയായിരുന്നു ഞാൻ. മീര ശ്വാസം അടക്കി പിടിച്ച് ദേവനെ നോക്കി. ശാന്തനായ ഈ ബിസിനസ്സുകാരൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു പ്ലാൻ നടക്കുന്നുണ്ടെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദേവൻ തുടർന്നു, നാട്ടിലെ അറിയപ്പെടുന്നൊരു ബിസിനസ് കുടുംബമാണ് എൻ്റേത്. ഈ ചതി പുറത്തറിയുമ്പോൾ എൻ്റെ ബിസിനസ്സിനെയോ കുടുംബത്തിനെയോ അന്തസ്സിനെയോ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ നിയമപരമായി കൃത്യമായ തെളിവുകളോടെ ഇവരെ തകർക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആണ് ചേച്ചിയുടെ കോൾ വരുന്നത്. ദേവൻ പതുക്കെ മീരയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ സ്വരം അല്പം ഗൗരവമുള്ളതായി. എനിക്കൊരു കാര്യം അറിയണം ചേച്ചി. ഇനി ഇതിന് ശേഷം ചേച്ചിക്ക് ഹരിയുമായി ഈ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ? അതോ ക്ഷമിച്ചൊന്നിച്ച് ജീവിക്കണമെന്നുണ്ടോ? മീരയുടെ കണ്ണുകളിൽ ദൃഢത നിറഞ്ഞു. അവളുടെ ദുഃഖം പെട്ടെന്ന് വലിയൊരു പ്രതികാര ചിന്തയ്ക്ക് വഴിമാറി. അവൾ ഒട്ടും മടിക്കാതെ പറഞ്ഞു, ഇല്ല. ഹരിക്ക് വേണ്ടി എൻ്റെ കരിയറും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചവളാണ് ഞാൻ. എന്നിട്ടും എന്നെ ജീവനോടെ കൊന്ന ആ മനുഷ്യൻ്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം. പക്ഷേ അതിനു മുൻപ് അവരെ രണ്ടുപേരെയും എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തണം. സമൂഹത്തിന് മുന്നിൽ അവരുടെ മുഖംമൂടി അഴിച്ചു വെക്കണം. മീരയുടെ മറുപടി കേട്ടപ്പോൾ ദേവൻ്റെ ചുണ്ടുകളിൽ ഒരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. അവൻ കസേരയ്ക്ക് അല്പം ചാരിയിരുന്നു പറഞ്ഞു, എന്നാൽ നമ്മുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ് ചേച്ചി. ഇനി അവരെ എങ്ങനെ കൈയോടെ പിടിക്കാം, എവിടെ വെച്ച് അവരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണം എന്ന് നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. എന്നെ വിഡ്ഢിയാക്കി എന്ന് കരുതി അവർ രണ്ടുപേരും ഇപ്പോൾ സന്തോഷിക്കട്ടെ. പക്ഷേ എൻ്റെ അനിയത്തി കാത്തിരിക്കുന്ന ആ വലിയ ദിവസം, അതവരുടെ തകർച്ചയുടെ ദിവസമായിരിക്കും. മീര മനസ്സിൽ ഉറപ്പിച്ചു. അടുത്ത കുറച്ച് ദിവസങ്ങൾ മീരയ്ക്ക് നരകതുല്യമായിരുന്നു. സ്വന്തം ഭർത്താവിനെയും അനിയത്തിയെയും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കാണുമ്പോൾ അവൾക്ക് അറപ്പ് തോന്നി. പക്ഷേ അവൾ പുറമേക്ക് തികച്ചും ശാന്തയായി അഭിനയിച്ചു. ഹരിക്കോ കാവ്യയ്ക്കോ ഒരു തരത്തിലുള്ള സംശയം തോന്നരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാവ്യയുടെ കല്യാണം അടുത്ത മാസം ഉറപ്പിച്ചിരിക്കുകയാണ്. നാട്ടിലെ വലിയ പണക്കാരനായ ദേവനെ കെട്ടി ആഡംബര ജീവിതം നയിക്കാമല്ലോ എന്ന ആവേശത്തിലായിരുന്നു കാവ്യ. അന്ന് വൈകുന്നേരം അവൾ ഷോപ്പിംഗ് കഴിഞ്ഞുവന്ന് മീരയുടെ അരികിലേക്ക് തുള്ളിച്ചാടിയെത്തി.
ചേച്ചി, ദേവേട്ടൻ വാങ്ങി തന്ന ഈ സാരി ഉണ്ടോ? സൂപ്പറല്ലേ? കല്യാണത്തിന് ഞാനത് ഉടുക്കുമ്പോൾ ഹരിയേട്ടൻ നോക്കി നിന്നു പോകും. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി കാവ്യ കള്ളച്ചിരിയുടെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. മീര ഉള്ളിലെ തിളച്ചു മറിയുന്ന ദേഷ്യം പരമാവധി അമർത്തിപ്പിടിച്ച് പുറമേക്ക് മനോഹരമായി പുഞ്ചിരിച്ചു. അതേ മോളെ, ഹരിയേട്ടൻ മാത്രമല്ല, അന്ന് കല്യാണ പന്തലിലുള്ള എല്ലാവരും നിന്നെ തന്നെ നോക്കി നിൽക്കും. അതിനുള്ള വലിയൊരു ഒരുക്കങ്ങളാണ് ചേച്ചി ചെയ്യുന്നത്. കാവ്യ ഫോണിൽ ഹരിക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് മീരയെ നോക്കി മനസ്സിൽ കളിയാക്കി ചിരിച്ചു. തങ്ങളുടെ രഹസ്യം അറിയാതെ ചേച്ചി പൂർണ്ണമായും ഒരു വിഡ്ഢിയായി കഴിയുകയാണെന്ന് അവൾ കരുതി. കയ്യിലിരുന്ന ഫോൺ ബെഡിലേക്ക് എറിഞ്ഞിട്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് തൻ്റെ കഴുത്തിലെ മാല ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല ചേച്ചി, ചേച്ചി ഇങ്ങനെ എപ്പോഴും എൻ്റെ കല്യാണത്തിൻ്റെ പുറകെ നടക്കാതെ സ്വന്തം കാര്യം വല്ലതും നോക്ക്. ഈയിടെയായിട്ട് ചേച്ചിയെ കണ്ട ഒരു വേലക്കാരിയെ പോലെയുണ്ട്. ആകെ കോലം കെട്ട്. മീര ഒന്ന് ഞെട്ടി. എങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മോളെ നീ പറയുന്നത്? നിൻ്റെ കല്യാണമല്ലേ, ചേച്ചിക്ക് ഇതൊക്കെ നോക്കാതിരിക്കാൻ പറ്റുമോ? അതല്ല ചേച്ചി എൻ്റെ വിഷമം. കാവ്യ മീരയുടെ അടുത്തേക്ക് വന്ന് വളരെ സഹതാപം നടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ദേവേട്ടനെ കെട്ടി നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിയായി ആഡംബര കാറുകളിൽ നടക്കും. പക്ഷേ നിൻ്റെ അവസ്ഥയോ? ഹരിയേട്ടനാണെങ്കിൽ ഒരു സാധാരണ ശമ്പളക്കാരൻ. നിനക്കാണെങ്കിൽ സ്വന്തമായി ഒരു കരിയറോ വരുമാനമോ ഇല്ല. ഹരിയേട്ടൻ തരുന്ന 4 കാശിന് വേണ്ടി കൈ നീട്ടി അടുക്കളയിലെ പുകയുമേറ്റ് ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനാണ് നിൻ്റെ വിധി. ഓർക്കുമ്പോൾ എനിക്ക് നിന്നോട് കഷ്ടം തോന്നുന്നു ചേച്ചി. ിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വാക്കുകൾ കേട്ട് മീരയുടെ നെഞ്ച് തകർന്നുപോയി. ഹരിക്ക് വേണ്ടി തൻ്റെ വലിയ സ്വപ്നങ്ങളും ജോലിയും ഉപേക്ഷിച്ചതിനെയാണ് അവൾ ഇപ്പോൾ ഇങ്ങനെ പരിഹസിക്കുന്നത്. കാവ്യ അവിടെ നിർത്തിയില്ല. അവൾ മീരയുടെ തോൾ തട്ടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. ഞാൻ പോകുന്നതോടെ ഈ വീടാകെ ശൂന്യമാകും. അപ്പോൾ ഹരിയേട്ടനെങ്കിലും നിനക്കൊരു കൂട്ടുണ്ടാകുമോ എന്ന് കണ്ടറിയണം. പുള്ളി എപ്പോഴും ബിസിനസ് ടൂറിലും ഓഫീസിലുമല്ലേ. അതുകൊണ്ട് പറയുക ചേച്ചി, ഇനി മേലാൽ എൻ്റെ കാര്യങ്ങളിൽ അധികം ഇടപെടാൻ വരണ്ട. എൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന ആളുകളുണ്ടത് നോക്കാൻ. അത്രയും പറഞ്ഞ് കാവ്യ അവിടെ നിന്ന് നടന്നുപോയി. അവൾ പറഞ്ഞ ഓരോ വാക്കും മീരയുടെ ഉള്ളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പക്ഷേ ആ സങ്കടം പെട്ടെന്ന് തന്നെ കടുത്ത ദേഷ്യത്തിനും പ്രതികാര ചിന്തയ്ക്കും വഴിമാറി. മീര തൻ്റെ കണ്ണുനീർ തുടച്ചു. നീ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട മോളെ. നിൻ്റെ ഈ അഹങ്കാരമെല്ലാം തകർന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്, മീര മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ കാവ്യയും ഹരിയും തമ്മിൽ നഗരത്തിലെ ഒരു ഫ്ലാറ്റിൽ രഹസ്യമായി കാണാറുണ്ടെന്ന് ദേവൻ്റെ സഹായത്തോടെ മീര ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ഹരി ഓഫീസിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മീര അവനെ രഹസ്യമായി പിന്തുടർന്നു. അവൾ നേരെ എത്തിയത് ആ ഫ്ലാറ്റിൻ്റെ മുന്നിലായിരുന്നു. ദേവൻ നേരത്തെ തന്നെ ആ ഫ്ലാറ്റിൻ്റെ ബെഡ്റൂമിൽ അതീവ രഹസ്യമായി ഒരു സ്പൈ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റിന് പുറത്ത് തൻ്റെ കാറിനുള്ളിലിരുന്ന് ഫോണിലൂടെ ആ മുറിയിലെ ദൃശ്യങ്ങൾ ലൈവായി കാണുകയായിരുന്നു മീര. അവിടെ ആ അടച്ചിട്ട ഫ്ലാറ്റിൻ്റെ ബെഡ്റൂമിൽ ഹരിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് കാവ്യ ചോദിക്കുകയായിരുന്നു. ഹരിയേട്ടാ, മീര ചേച്ചിക്ക് നമ്മളെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ? എനിക്ക് ചിലപ്പോൾ പേടി തോന്നും. ഏയ്, അവൾക്കതിനുള്ള ബുദ്ധിയൊന്നുമില്ലടി. വീട്ടുജോലിയും ചെയ്ത് ജീവിക്കുന്ന അവൾക്ക് എന്തറിയാനാണ്? നീ അതോർത്ത് പേടിക്കണ്ട. ഹരി കാമത്തോടെ അവളെ ചുംബിച്ചുകൊണ്ട് പരിഹസിച്ച് ചിരിച്ചു. ഹരിയുടെ ആ മറുപടി കേട്ടപ്പോൾ കാവ്യയുടെ മുഖത്തൊരു പരിഹാസച്ചിരി വിരിഞ്ഞു. അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അതല്ല ഹരിയേട്ടാ, ഇന്നലെ ദേവൻ എനിക്ക് തന്ന ആ വില കൂടിയ കാഞ്ചീപുരം സാരി കാണിച്ച് ഞാൻ മീര ചേച്ചി ഒന്ന് വെറുതെ ചൊറിഞ്ഞു. അപ്പോഴേക്കും ചേച്ചിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ അനിയത്തി വലിയൊരു പണക്കാരൻ്റെ വീട്ടിലേക്കാണല്ലോ കയറിപ്പോകുന്നതെന്ന് വിചാരിച്ച് പാവ ഉള്ളിൽ സന്തോഷിക്കുകയാണ്. അവളുടെ ആ മുഖം കാണണമായിരുന്നു. കഷ്ടം തോന്നും. ഹരി ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അതാണ് പറഞ്ഞത്, അവളൊരു വിഡ്ഢിയാണ്. നീ അവനെ കല്യാണം കഴിച്ച് ആ വലിയ വീട്ടിലേക്ക് മാറുന്നതോടെ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ആ ബിസിനസ്സുകാരൻ പകൽ മുഴുവൻ ഓഫീസിലായിരിക്കും. മീര ഇവിടെ വീട്ടിലിരുന്ന് തുണി നനയ്ക്കുകയും പാചകം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മളും ആരും അറിയാതെ ആഡംബരത്തോടെ ജീവിക്കാം. കാവ്യ കുലുങ്ങിച്ചിരിച്ചു. ദേവേട്ടൻ തരുന്ന പണവും പദവിയും, പിന്നെ എൻ്റെ ഹരിയേട്ടൻ്റെ സ്നേഹവും. മീര ചേച്ചി എന്നും നമുക്ക് താഴെ നമ്മുടെ നിഴലിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ്. പാവം അവൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഹരിയേട്ടൻ ഓഫീസിൽ ഓവർ ടൈം ജോലി ചെയ്യുകയാണെന്നാണ്. അവർ രണ്ടുപേരും മീരയുടെ നിഷ്കളങ്കതയും സ്നേഹത്തെയും ഓർത്ത് പരസ്പരം കൈയടിച്ച് പൊട്ടിച്ചിരിച്ചു. അത് കാണുമ്പോൾ കാറിനുള്ളിലിരുന്ന് മീരയുടെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണീർ പൊടിഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ടുകളിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. അവൾ ആ വീഡിയോ ക്ലിപ്പുകൾ തൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്തു. അവർ നെയ്തെടുത്ത ആ കള്ളങ്ങളുടെ കോട്ടയും തങ്ങളെ ചതിച്ചവരുടെ അഹങ്കാരവും തകർത്തെറിയാനുള്ള ഏറ്റവും കൃത്യമായ തെളിവ് ഇപ്പോൾ അവളുടെ കയ്യിലുണ്ട്. ഇനി ആ വലിയ ദിവസത്തിനായുള്ള കാത്തിരിപ്പാണ്, അവരുടെ കല്യാണ ദിവസം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് രഹസ്യങ്ങളും ട്വിസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അതൊന്നും നഷ്ടമാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യൂ.